ഒരുപാട് ജനകീയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി LDF സർക്കാരിന്റെ പല മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇതിനു മുൻപ് ജനകീയ ബജറ്റ് അവതരിപ്പിച്ച് ചുരുക്കം ദിവസങ്ങളായിട്ടുള്ളെങ്കിൽ പോലും പക്ഷെ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുള്ളത് ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾക്കാണ്. നമുക്കറിയാം, അദ്ദേഹം ഗതാഗത മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും നല്ലതായിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. നല്ലതുകൊണ്ടായിരുന്നു, മോശവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പിങ്ക് ബസ് വരുന്നു എന്നുള്ള വാർത്ത ചർച്ചയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീകൾക്ക് വേണ്ടി ഒരു ബസ്, അതിലെ ജീവനക്കാർ പോലും സ്ത്രീകൾ. പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിന് താഴെ കമന്റുകളായി വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 90% സ്ത്രീകളും അതിൽ കയറാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലൊക്കെ. ഒരർത്ഥത്തിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഫാമിലിയായി പോകുന്ന ആളുകൾ എല്ലാവരും തന്നെയും സ്ത്രീകൾ പിങ്ക് ബസ്സിലും അല്ലാത്തവർ സാധാ ബസ്, പുരുഷന്മാർ മറ്റു ബസ്സിലും കയറും എന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ ഉപരി അദ്ദേഹം പറയുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ KSRTC ബസ്സിലെ ഭക്ഷണം കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന രീതി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും ഗുണം ചെയ്തില്ലെങ്കിലും ഗണേഷ് കുമാറിന് അത് കൃത്യമായി ഗുണം ചെയ്യാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. ഒരു പ്രഖ്യാപനങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇനി മുതൽ നമ്മളൊക്കെ ബിസിനസ് ക്ലാസ് ആവാൻ പോകുന്നത്. എനിക്ക് ജാൻമണിയാണ് ശരിക്കും ഓർമ്മ വന്നത്. നമ്മളൊക്കെ ഇനി മുതൽ ഒരു ബിസിനസ് ക്ലാസ്സിലുള്ള യാത്രകളായിരിക്കും KSRTCയിലൂടെ നടത്താൻ പോകുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ശരിക്കും അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇയാൾ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ പ്രതിമാസം എന്തായാലും ഇതിന്റെ മെയിൻറ്റെയിൻസ് ആണെങ്കിലും എല്ലാ കാരണങ്ങൾ കൊണ്ടും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെയും ഈ പറയുന്നത് പോലെ പല ഇതിന്റെ ഈ പറയുന്ന ബസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 12 കോടിയോളം മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോരാതെ വരുമോ എന്നുള്ളതാണ് സംശയം. ഈ പിങ്ക് ബസ്സിനകത്തുള്ള ഒരു നല്ല കാര്യമാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത പറഞ്ഞു വെക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരുടെ ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾ ഫോൺ ഓൺ ആക്കുമെന്നും വീഡിയോ എടുക്കുന്നൊക്കെ അല്ലേ. അപ്പൊ സ്ത്രീകൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോ ഈ തമിഴ്നാട് സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര, അതുകൂടെ പൂർത്തിയാക്കുകയാണെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട കിനാശേരിയായി മാറും ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ. എന്തായാലും ഇതിനകത്തിൽ എനിക്ക് തോന്നിയിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്ന് തെണ്ടേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമുക്ക് ഇതിനുള്ള ബഡ്ജറ്റ് എന്ന് വെച്ചാൽ അവതരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ തോക്കുണ്ട്, നിങ്ങൾക്ക് വെടിവെക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഞങ്ങൾക്ക് പദ്ധതികളുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല, നടപ്പാക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്കില്ല. അപ്പൊ അത്തരത്തിലാണ് ഈ സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം മോഹവാഗ്ദാനങ്ങളുമായി ഗണേഷ് കുമാർ വരുന്നത്. കുറെ അധികം നടപ്പാക്കിയിട്ടുണ്ട്. അത് സത്യാവസ്ഥ തന്നെയാണ്. ഇപ്പൊ മൂന്നാറിലേക്കുള്ള ഡബിൾ ഡക്കർ ബസ്സും ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ മുകളിൽ ഇരുന്നു കൊണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു രീതി. പക്ഷേ ഈ ബിസിനസ് ക്ലാസ് ഒക്കെ ഒരു പൊതുനിരത്തിലേക്ക് വരുന്ന സമയത്ത് എത്രത്തോളം പൊതുജനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. സാധാരണ ഒരു 2 വീലറിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഒരു നമുക്ക് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ടൊക്കെ എത്തപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന ബിസിനസ് ക്ലാസ് ബസ്സുകളായിട്ടുള്ള ഈ പറയുന്ന KSRTCകളുടെ രംഗപ്രവേശം എന്ന് പറയുന്നത്. അപ്പൊ അത്രയധികം പേയ്മെന്റ് മുടക്കി ജനങ്ങൾ അതിനകത്തിലേക്ക് വരുമോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം അതിലെ പേയ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പൊതുവെ ഒരു ബിസിനസ് ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് അറിയാൻ പറ്റും, ഒരു മിനിമം റേറ്റ് എന്തായാലും വാങ്ങിയാൽ മാത്രമേ അതൊരു മോശമല്ല, അതൊരു കടമല്ലാത്ത ബിസിനസ് ആയി മാറണമല്ലോ. അത് ഫുള്ള് കടമായി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന ഭൂരിഭാഗവും നല്ല രീതിയിലുള്ളതായിരുന്നുവെങ്കിൽ പക്ഷെ ചിലത് ഫ്ലോപ്പ് ആയി എന്ന് പറയുന്നത് ഈ ഒരു നിലയിലാണ്. അതായത് വരവ് നോക്കാതെ ചെലവ് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ലാഭം നോക്കാതെ പലതും പുറത്തു കൊണ്ടുവരുന്നു. പക്ഷെ അതെല്ലാം പിന്നീട് കട്ടപ്പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് പല രീതിയിൽ KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുപോലെ തന്നെ ഇതും ചുരുങ്ങിയ നാൾക്കുള്ളിൽ കട്ടപ്പുറത്ത് കയറാനുള്ള ബസ്സുകളാണോ ഈ വരുന്ന പിങ്ക് ബസ്സുകൾ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. കുറെ കാലങ്ങളായിട്ട് KSRTC അഭിമുഖീകരിച്ചു കൊണ്ടുവന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുന്നില്ല. കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാത്ത സർക്കാരിന്റെ ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് KSRTC ആയിരുന്നു. അപ്പോൾ ഗണേഷ് കുമാർ വന്നതിന് ശേഷവും അത് പൂർണ്ണമായി അങ്ങനെ കൊടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ ചിലർക്ക് കിട്ടാത്തതായിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ പരസ്യമായി പ്രതികരിക്കുന്നതൊക്കെ കൊണ്ടുണ്ട്. ആദ്യം ഞങ്ങൾക്ക് ശമ്പളം തരും. ഇപ്പോഴും പറയുന്ന പെൻഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് നടന്ന പോലെ 6 മാസം 8 മാസം സർക്കാരിന്റെ ഗണേഷ് കുമാർ കയറിയതിനു ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും സാലറി പെൻഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെയധികം മികച്ച ഈ പറയുന്ന ബിസിനസ് ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്കും അതിന്റെ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടാകുമോ എന്നുള്ളതിന് അതിലൊന്നും പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും അയാൾ കൊടുത്തിട്ടില്ല. കാരണം ഒരു പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്തിൽ സർവീസ് ചെയ്യുന്ന കണ്ടക്ടർ ആണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും അവർക്കും കൂടെ ഒരു ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ എന്നൊന്നും വരുന്നില്ല. ചിലപ്പോൾ അവർക്ക് അതേ സാലറി തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പദ്ധതികൾ വരുമ്പോൾ ജനങ്ങളിൽ നിന്ന് കൂടുതൽ പൈസ പിരിക്കുക, അതിന്റെ അപ്പുറത്തേക്കും അതിന്റെ ഒരു നിലനിൽപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഒരു സ്ഥലം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പദ്ധതികൾ കൊണ്ടുവരാനായിട്ട്. നമുക്കിപ്പോ പല തലങ്ങളിലാണെങ്കിലും ഈ പറയുന്ന ട്രാഫിക് രൂപീകരണമാണെങ്കിലും അതിനൊന്നും പ്രത്യേകിച്ചൊരു പ്രശ്നം ഒഴിയാത്തൊരു രീതിയാണ്.
കാരണം അതിന് നമുക്ക് പ്രശ്ന പരിഹാരം നടത്താൻ പറ്റുന്നില്ല. എത്രയൊക്കെ നോക്കിക്കഴിഞ്ഞാലും പണ്ടൊക്കെ ചില സ്ഥലങ്ങളിലൊന്നും ട്രാഫിക് ഒന്നും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പൊ മെട്രോകളൊക്കെ വന്ന അല്ലെങ്കിൽ അങ്ങനത്തെ IT സിറ്റികളിലൊക്കെ IT ഹബ്ബുകളിലൊക്കെ നമ്മൾ മെട്രോ വന്ന സമയത്ത് വിചാരിച്ചാണ് ഇനി ഇവിടെ ട്രാഫിക് ഉണ്ടാവത്തില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോ മെട്രോയിൽ നിറയെ ആള്, റോഡിലും നിറയെ ആള്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ KSRTC ബസ്സിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ KSRTC പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പണ്ട് ഈ രാജാവൊക്കെ പോകുമ്പോൾ ജനങ്ങളൊക്കെ മാറി നിൽക്കുന്ന പോലെ, കാരണം ഇവന്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അപകടമാണ്. ആ രീതിയിൽ ഒരു മരണപ്പാച്ചിലാണ് പലപ്പോഴും KSRTCയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. പിന്നെ KSRTCയുടെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് എരുമേലിയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല സീസൺ വരുമ്പോൾ ഒരു കിങ് സ്റ്റാറായി മാറുന്ന ആൾക്കാരാണ് KSRTC എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ KSRTCക്ക് സർവീസ് കിട്ടുന്നതും ശബരിമല സീസണിലാണ്. അല്ല, ഈ സീസൺ സമയത്തൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ലാഭം കൊയ്യുന്നതിന് ശേഷം പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി വന്നെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഈ മാസം ഏറ്റവും മികച്ച ഒരു കളക്ഷൻ KSRTCയിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഈ മാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന KSRTCയിലെ ജീവനക്കാർക്കെല്ലാം കൃത്യമായി നല്ല രീതിയിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ബോധ്യമുണ്ട്. പക്ഷെ അവർ അത് ചെയ്യാത്തതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും വളരെയധികം തീർത്ഥാടനം നടക്കുന്ന ഒരു സമയമാണ് ശബരിമല സീസൺ. അതെ, തീർച്ചയായും. പക്ഷേ ഈ പറയുന്ന റേറ്റ് ഒക്കെ ഒരുപാട് കുറവൊന്നും അല്ല വാങ്ങുന്നത്. ഇപ്പൊ ട്രെയിനിന്റെ റേറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല സ്പെഷ്യൽ ട്രെയിൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ റേറ്റ് കുറവായിരിക്കും എന്ന് നോക്കുന്ന സമയത്ത് സാധാരണ ട്രെയിൻ 200 ആണെങ്കിൽ അവിടെ 400 ഡബിൾ ചാർജ് ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്പൊ KSRTCയിൽ എന്തായാലും ഇത്ര ഭക്തജനങ്ങൾ വരും എന്നുള്ളത് അറിയാം, സർവീസ് കൂട്ടുന്ന അനുസരിച്ച്. പക്ഷെ പേയ്മെന്റ് ഒന്നും അങ്ങനെ കുറവ് ഒരു വാങ്ങുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ തീർത്ഥാടന സീസൺ വരുന്ന സമയത്ത് പേയ്മെന്റ് കുറച്ച് വാങ്ങുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ നമ്മുടെ KSRTCയിൽ അങ്ങനെ കുറച്ച് വാങ്ങുന്ന രീതിയില്ല. ഇരട്ടിപ്പണിയുമാണ്. ഖജനാവിലേക്ക് ഈ പറയുന്ന പൈസ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതേപോലെ തീർത്ഥാടകർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതിന്റെ സർവീസ് എത്തിപ്പെടുന്നുണ്ട്. ചില സമയത്താണെങ്കിൽ ഒരു കാലത്തൊക്കെ സർവീസ് കുറവാണ്, അല്ലെങ്കിൽ സർവീസ് നടത്തുന്നില്ല എന്നൊരു പ്രശ്നമായിരുന്നു. പിന്നെ കൂടുതൽ സർവീസ് ആക്കി. പിന്നെ പല വണ്ടിയും ഈ പറഞ്ഞ രീതിയിൽ കട്ടപ്പുറത്തിരുന്നു. കുറെ വണ്ടികളൊക്കെ ടൂറിസം രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ടൂറിസം രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ പോലും ഒരേപോലെ തന്നെ എന്ന് വെച്ചാൽ ഗുണങ്ങൾ പറയുന്നതോടൊപ്പം നമുക്ക് ദോഷം വിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോഴായിരുന്നു പലപ്പോഴും സർക്കാരിന് തലവേദനയാവുന്ന ഒരു ഗണേഷ് കുമാറിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം സർക്കാരിനോട് പോലും ആലോചിക്കാതെ വമ്പൻ പദ്ധതികളൊക്കെ അനൗൺസ് ചെയ്യുക, എന്നിട്ട് അവസാനം വെച്ചു ഇതൊക്കെ എങ്ങനെ നടത്തും, നമ്മള് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ജനങ്ങൾക്ക് നടത്തി കാണിക്കണ്ടേ എന്നൊരു രീതിയിൽ. പണ്ട് ഈ കേരളയിൽ വരുന്ന സമയത്ത് ഇത്ര നിമിഷം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ അന്ന് ഇവിടെ പ്രതിപക്ഷം ഉയർത്തി കാണിച്ച ഒരു പ്രധാന പ്രശ്നമായിരുന്നു നമ്മൾ ജനങ്ങളുടെ അവസ്ഥ കൂടെ ആലോചിക്കണം. കാരണം ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചാർജ് നമ്മൾ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ബിസിനസ് ക്ലാസ് KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ആ അനൗൺസ്മെന്റ് നല്ലതാണ്. പക്ഷേ അതിന്റെ അകത്ത് നിങ്ങൾ മന്ത്രിമാരുന്ന അവസാനം ഒരു പേരിനുള്ള പദ്ധതി ആയിരിക്കരുത്. അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ദേശീയപാതയുടെയൊക്കെ നിർമ്മാണ വേളയിൽ നമ്മൾ കണ്ടിരുന്നു, വിദേശത്തുള്ളത് പോലെയുള്ള ഒരു രീതിയിൽ നമ്മുടെ നാട്ടിൽ പണിതാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും അല്ലെങ്കിൽ അത് വെച്ച് ഭൂപ്രകൃതിയൊക്കെ വെച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാനം. എന്ത് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ആള് കയറാത്തൊരു പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളങ്ങ് ന്യൂയോർക്ക് പോലും ഇവിടെ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂയോർക്കിലെ പോലെ ജനങ്ങളല്ല താമസിക്കുന്നത്. ഇവിടെ അത്രത്തോളം കഷ്ടപ്പെടുന്ന അതിദാരിദ്ര്യരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിദാരിദ്ര്യർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കും ഈ ബിസിനസ് ക്ലാസ് ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അത്ര എമൗണ്ട് കൊടുത്ത് മാസം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ അപ്പുറത്തേക്കും അതും ഒരു നഷ്ട കച്ചവടമായ ഒരു വണ്ടി നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഗണേഷ് കുമാർ കൊണ്ടെത്തിക്കരുത്. അല്ലെങ്കിൽ കൃത്യമായി നിങ്ങൾ പറയണം, ഞങ്ങൾ ചാർജ് ചെയ്യാൻ പോകുന്നത് ഇത്ര രൂപയാണ്, ഈ രൂപയ്ക്കാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള സർക്കാരിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചിട്ടാണെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് ഇത്ര ലക്ഷറി ആയിട്ടൊക്കെ ബസ്സിൽ പോകും. കാരണം KSRTCയിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിന്റെ പ്രധാന പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ കംഫോർട്ടായിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ജനങ്ങളുടെയും ഒരു ആവശ്യം തന്നെയാണ്. അപ്പൊ ആ ആവശ്യം നിങ്ങൾ നടപ്പിലാക്കുക, നിങ്ങളുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ ഉദ്ദേശത്തിലേക്ക് എത്തുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലും അതേപോലെ ഇത് നടന്നു പോകണ്ടേ, ഒരു മാസം ഓടിക്കഴിഞ്ഞാൽ അടുത്ത മാസം ഓടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതേപോലെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കുറേയധികം പദ്ധതികള് KSRTC ജീവനക്കാർക്ക് പൈസ കൂട്ടി കൊടുക്കുന്ന ഒരുപാട് പദ്ധതികൾ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വരുന്നുണ്ട്. അതും നടപ്പിലാകുകയാണെങ്കിൽ നല്ലത്. അല്ലാതെ വെറുതെ കാണിച്ചിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് കേന്ദ്രത്തിന്റെ തലയിലേക്ക് നിങ്ങൾ ഇനി കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. കേന്ദ്രം പൈസ തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പദ്ധതി നടക്കാൻ പറ്റില്ല. കാരണം ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ.